ഹലോ ഓൾ, അക്കൗണ്ടൻസിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ രണ്ടാമത്തെ ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ആണ്. റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്, എററുകൾ കറക്റ്റ് ചെയ്യുക. അതായത് അക്കൗണ്ടിങ് പ്രോസസ്സിൽ പല ഘട്ടങ്ങളിലായി പല തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കാം, എററുകൾ സംഭവിക്കാം. ഈ എററുകൾ എങ്ങനെയാണ് തിരുത്തുന്നത്, അതാണ് ഈ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഭാഗത്തെക്കുറിച്ചുള്ള ഡിസ്കഷൻ ഈ ക്ലാസ്സിൽ ഉണ്ടാവുന്നതല്ല. നമ്മൾ ട്രയൽ ബാലൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ട്രയൽ ബാലൻസ്. ശരി, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ട്രാൻസാക്ഷൻസ് നടന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രിയിലേക്കാണ്. അതായത് ഒന്നുകിൽ ജേണൽ എന്ന് പറയുന്ന ബുക്കിലേക്ക് നമ്മൾ എല്ലാ ട്രാൻസാക്ഷനെയും രേഖപ്പെടുത്തി വെക്കുന്നു. വലിയ സ്ഥാപനമാണെങ്കിൽ എല്ലാ ട്രാൻസാക്ഷനും ജേണലിലേക്ക് രേഖപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് തന്നെ ജേണലിനെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുന്നു, മറ്റ് പല ബുക്കുകളായി സബ് ഡിവൈഡ് ചെയ്യുന്നു. അത് ക്യാഷ് ബുക്ക്, ക്യാഷ് ട്രാൻസാക്ഷൻ മുഴുവൻ ക്യാഷ് ബുക്കിലേക്ക് എഴുതുന്നു. സെയിൽസ് ബുക്ക്, പർച്ചേസ് ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, അങ്ങനെ പല ജേണലിനെ തന്നെ നമ്മൾ പല ബുക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഒന്നുകിൽ ജേണലിലേക്ക് എഴുതാം, അല്ലെങ്കിൽ ജേണലിൻ്റെ സബ് ഡിവിഷനായ മറ്റ് പറഞ്ഞ സെയിൽസ് ബുക്ക്, പർച്ചേസ് ബുക്ക് അങ്ങനെയുള്ള അതിലേക്കും നമുക്ക് റെക്കോർഡ് ചെയ്യാം. രണ്ടും കൂടി ചെയ്യേണ്ട, ജേണലിലും എഴുതാം, സബ് ഡിവിഷനിലും ചെയ്യേണ്ട ആവശ്യമില്ല. സ്പെഷ്യൽ ജേണൽ എന്നാണ് അതിനെ നമ്മൾ പറയുന്നത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത്, അപ്പോൾ വലിയ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് എല്ലാ ട്രാൻസാക്ഷനും ജേണലിൽ എഴുതാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ജേണലിനെ സബ് ഡിവൈഡ് ചെയ്തിട്ട് പല സ്പെഷ്യൽ ജേണലുകളാക്കി തിരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒന്നുകിൽ ജേണലിൽ എഴുതും, അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഓഫ് ജേണലായ സ്പെഷ്യൽ ജേണലിലേക്ക് എഴുതുക. ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് നമ്മൾ എഴുതും, അല്ലേ, ട്രാൻസാക്ഷൻ നടന്നാൽ. അങ്ങനെ റെക്കോർഡ് ചെയ്തതിന് ശേഷം നമ്മൾ മറ്റൊരു ബുക്കായ ലെഡ്ജറിലേക്ക് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനെ പോസ്റ്റ് ചെയ്യാന്ന് പറയാം. അത് ജേണലിൽ എഴുതിയാലും ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യണം. സ്പെഷ്യൽ ജേണലായ സെയിൽസ് ബുക്ക്, പർച്ചേസ് ബുക്ക്, ക്യാഷ് ബുക്ക് അങ്ങനെയുള്ള സബ് ഡിവിഷനിലേക്ക് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യണം, ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യണം. ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ലെഡ്ജർ എന്ന് പറയുന്ന മറ്റൊരു ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്, അല്ലേ. അപ്പോൾ ജേണലിൽ റെക്കോർഡ് ചെയ്തതിനെ നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. അവിടെ ക്ലാസിഫിക്കേഷനാണ് ഈ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുന്നതിലൂടെ നടക്കുന്നത്. ക്ലാസിഫിക്കേഷനാണ്, അല്ലെ, ഒരേപോലെയുള്ളത് നെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, തരം തിരിച്ച് അക്കൗണ്ടുകളുടെ രൂപത്തിൽ റെക്കോർഡ് ചെയ്യുന്നു. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് റിസൾട്ട് വേണോ, അല്ലെ. ബിസിനസ് ലാഭമാണോ നഷ്ടമാണോ, എത്ര അസറ്റ് ഉണ്ട്, എത്ര ലയബിലിറ്റീസ് ഉണ്ട്, ഇതൊക്കെ അറിയണം. അപ്പോൾ റിസൾട്ട് അറിയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ എററുകളൊന്നും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പാക്കണം. അക്കൗണ്ടിങ് പ്രോസസ്സിൽ എററുകൾ സംഭവിക്കാം. അപ്പോൾ എററുകൾ ഉണ്ടോ എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഈ എററുകൾ തന്നെ പല തരത്തിലുണ്ട്. ഇതിൽ മാത്തമാറ്റിക്കൽ ആക്യുറസി അല്ലെങ്കിൽ അരിത്തമെറ്റിക്കൽ ആക്യുറസി ആദ്യം നമ്മൾ ഉറപ്പുവരുത്തണം. അതായത് ജേണൽ എൻട്രിയിൽ എഴുതിയിരിക്കുന്ന കാര്യം ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എമൗണ്ടുകളിൽ മിസ്റ്റേക്ക് വരാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന സമയത്ത് അത് ബാലൻസ് ചെയ്യുന്നതിൽ എന്ത് ചെയ്യാൻ പാടില്ല, മിസ്റ്റേക്കുകൾ വരാൻ പാടില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ക്യാഷ് സെയിൽസ് നടക്കുന്നു, അല്ലേ. നമ്മൾ എൻട്രി എഴുതുന്നു, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്, 1000 രൂപയാണ് എമൗണ്ട്. ഇതിനെ നമ്മൾ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ 2 അക്കൗണ്ട് വരക്കും, ഒരു ക്യാഷ് അക്കൗണ്ടും ഒരു സെയിൽസ് അക്കൗണ്ടും. ക്യാഷ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ 1000 രൂപ എഴുതണം, സെയിൽസ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുമ്പോഴും 1000 രൂപ എഴുതണം. ഞാൻ സെയിൽസ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് 500 എഴുതിയത്, ക്യാഷ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തപ്പോൾ 1000 എഴുതി. അപ്പോൾ അവിടെ ഒരു എറർ വന്നു. അപ്പോൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന ഒരു ഡെബിറ്റ് ആസ്പെക്റ്റിന് തുല്യമായ ക്രെഡിറ്റ് ആസ്പെക്റ്റ് ഉണ്ടാവണമെന്നാണ് നമ്മുടെ ഡബിൾ എൻട്രി സിസ്റ്റത്തിൽ പറയുന്നത്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ്, ക്യാഷ് അക്കൗണ്ട് 1000, അതിൻ്റെ ക്രെഡിറ്റ് ആയ സെയിൽസിലും എന്ത് തന്നെ വരണം, 1000 തന്നെ വരണം. അങ്ങനെയാണെങ്കിലാണ് കൃത്യമാവും. പക്ഷേ ഞാൻ പോസ്റ്റ് ചെയ്ത സമയത്ത് ക്യാഷ് അക്കൗണ്ടിൽ കൃത്യമായി പോസ്റ്റ് ചെയ്തു, സെയിൽസ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തപ്പോൾ 500 ആയിപ്പോയി, അല്ലെങ്കിൽ 1000 എഴുതിയപ്പോൾ 100 ആയിപ്പോയി. അപ്പോൾ അവിടെ ഒരു എറർ വന്നു. ഈ എറർ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ഇതൊരു മാത്തമാറ്റിക്കൽ എററാണ്, അല്ലേ. 1000 എഴുതേണ്ട സ്ഥാനത്ത് 500 എഴുതി. അല്ലെങ്കിൽ അക്കൗണ്ട് ബാലൻസ് ചെയ്ത സമയത്ത് തെറ്റിപ്പോയി.
ഇത് മാത്തമാറ്റിക്കൽ എററാണ് അല്ലെങ്കിൽ അരിത്തമെറ്റിക്കൽ എററാണ്. ഈ മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിനെ പറയുന്ന പേരാണ് ട്രയൽ ബാലൻസ്. മനസ്സിലായോ? ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് പ്രിപ്പയർഡ് ടു ഐഡന്റിഫൈ ഓർ ലൊക്കേറ്റ് അരിത്തമെറ്റിക്കൽ എറേഴ്സ് ഓർ മാത്തമാറ്റിക്കൽ എറേഴ്സ്. അരിത്തമെറ്റിക്കൽ ആക്യുറസി ഉറപ്പാക്കാൻ വേണ്ടി, മാത്തമാറ്റിക്കൽ ആക്യുറസി ഉറപ്പാക്കാൻ വേണ്ടി, അതായത് ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് കൃത്യമായി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് കൃത്യമായി ടോട്ടൽ ചെയ്തിട്ടുണ്ട്, അത് കൃത്യമായി ബാലൻസ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ ഉറപ്പാക്കാൻ വേണ്ടി, ആ ആക്യുറസി ഉറപ്പാക്കാൻ വേണ്ടി ആണ് നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാം അരിത്തമെറ്റിക്കൽ ആക്യുറസി ഉണ്ട്, മാത്തമാറ്റിക്കലി എല്ലാം ശരിയാണ്, പോസ്റ്റിംഗ് ശരിയാണെന്ന് നമുക്ക് ഉറപ്പാക്കാം. അപ്പം അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു മാത്തമാറ്റിക്കൽ ആക്യുറസി മാത്രമേ ഉറപ്പാക്കാൻ പറ്റൂ. ഇപ്പോൾ മറ്റ് എററുകളൊക്കെ സംഭവിക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ബുക്കിൽ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി, ജേണലിലേക്ക് എഴുതിയില്ല. ജേണലിൽ എഴുതാത്തത് എവിടെയും എഴുതില്ല, ലെഡ്ജറിലും വരില്ലല്ലോ. ആ ട്രാൻസാക്ഷൻ മിസ്സായിപ്പോയി, കംപ്ലീറ്റ് ആയിട്ട് മിസ്സായിപ്പോയി റെക്കോർഡിങ്. അതൊരിക്കലും നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് റെക്കോർഡ് ചെയ്തു, പക്ഷെ അത് ഒരു സ്ഥലത്ത് ഒരു അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തു, മറ്റേ അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ ട്രയൽ ബാലൻസിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ട്രയൽ ബാലൻസിലൂടെ നമുക്ക് എല്ലാ എററും കണ്ടുപിടിക്കാൻ പറ്റില്ല. അരിത്തമെറ്റിക്കൽ ആക്യുറസി അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ആക്യുറസി മാത്രമേ അതിൽ നിന്ന് നമുക്ക് കിട്ടൂ. ഒരു ട്രാൻസാക്ഷൻ മൊത്തമായി നമ്മൾ റെക്കോർഡ് ചെയ്യാൻ തന്നെ വിട്ടുപോയി കഴിഞ്ഞാൽ അത് നമുക്ക് ട്രയൽ ബാലൻസിലൂടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ട്രയൽ ബാലൻസ് പ്രധാനമായും 2 തരത്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം, 2 മെത്തേഡിൽ. ഒന്ന് ബാലൻസ് മെത്തേഡും 2 ടോട്ടൽ മെത്തേഡുമാണ്. നമ്മളിവിടെ ഫോക്കസ് ഏരിയ ആയതുകൊണ്ട് നമ്മൾ ബാലൻസ് മെത്തേഡ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, സിമ്പിൾ ആണ്. ഒരു പർട്ടിക്കുലേഴ്സ് ഉണ്ടാവും, ഒരു ഡെബിറ്റ് ബാലൻസ് കോളം ഉണ്ടാവും, ഒരു ക്രെഡിറ്റ് ബാലൻസ് കോളവും ഉണ്ടാവും. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ഒന്നുമില്ല, നമ്മൾ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഒരു അക്കൗണ്ടിന് ബാലൻസ് വരും അല്ലേ? ഒന്നെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് വരും, അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് വരും. ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് വന്നാൽ നമ്മൾ ബൈ ബാലൻസ് സി ഡി എന്ന് എഴുതും. ഡെബിറ്റ് സൈഡിൽ ബാലൻസ് വന്നാൽ ടു ബാലൻസ് സി ഡി എന്നും എഴുതും. നമുക്കറിയാം ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് വന്നാൽ അതിനെ ഡെബിറ്റ് ബാലൻസ് എന്നും, ഡെബിറ്റ് സൈഡിൽ ബാലൻസ് വന്നാൽ അതിനെ ക്രെഡിറ്റ് ബാലൻസ് എന്നുമാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ ഒന്നുകിൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും ഒരു അക്കൗണ്ടിന്, അല്ലെങ്കിൽ 2 സൈഡും തുല്യമായി പോകും, അപ്പോൾ ബാലൻസ് വരില്ല. ആ കേസ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഒന്നെങ്കിൽ ഡെബിറ്റ് ബാലൻസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ്, ഇത് രണ്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ട്രയൽ ബാലൻസിന് 2 എമൗണ്ട് ആണ് ഉണ്ടാവുക, ഒന്ന് ഡെബിറ്റ് ബാലൻസും ഒന്ന് ക്രെഡിറ്റ് ബാലൻസും. നമ്മൾ ഓരോ അക്കൗണ്ടും പരിശോധിക്കുക. ഒരു ക്യാഷ് അക്കൗണ്ട് എടുക്കുന്നു, അതിൻ്റെ ബാലൻസ് എവിടെയാണ് ബാലൻസ് എന്ന് നോക്കുക, ഡെബിറ്റ് ബാലൻസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ട്രയൽ ബാലൻസിനെ ഡെബിറ്റ് ബാലൻസിന്റെ താഴെ എമൗണ്ട് എഴുതും. അടുത്തത് സെയിൽസ് അക്കൗണ്ട്, എവിടെയാണ് ബാലൻസ് എന്ന് നോക്കുക. ഓരോന്നിനും ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഡെബിറ്റ് ബാലൻസ് കോളത്തിൽ എമൗണ്ട് എഴുതുക, ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് കോളത്തിൽ എമൗണ്ട് എഴുതുക. എന്നിട്ട് അവസാനം നമ്മൾ ട്രയൽ ബാലൻസിന്റെ 2 എമൗണ്ട് കോളവും നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. 2 എമൗണ്ട് കോളവും ടോട്ടൽ ചെയ്യുമ്പോൾ രണ്ടും തുല്യ എമൗണ്ട് ആണ് വരുന്നതെങ്കിൽ, ടാലി ആവുന്നുണ്ടെങ്കിൽ ആ നമ്മൾ പോസ്റ്റ് ചെയ്തതൊക്കെ കൃത്യമാണ്, അരിത്തമെറ്റിക്കൽ ആക്യുറസി ഉണ്ട്, മാത്തമാറ്റിക്കലി കറക്റ്റ് ആണെന്നുള്ള നിഗമനത്തിലേക്ക് നമ്മൾ എത്തുന്നു. ട്രയൽ ബാലൻസ് ടോട്ടൽ ചെയ്യുമ്പോൾ ഒരു സൈഡ് കൂടുതലും ഒരു സൈഡ് കുറവുമായി പോയാൽ അതിനർത്ഥം നമ്മൾ ലെഡ്ജറിലേക്ക് എഴുതിയതിലും ബാലൻസ് ചെയ്തതിലും ടോട്ടൽ ചെയ്തതിലും അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തതിലൊക്കെ എവിടെയോ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് അർത്ഥം. അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ട്രയൽ ബാലൻസ് രണ്ടും ഈ എമൗണ്ട് കോളം രണ്ടും തുല്യമായാൽ അതിനർത്ഥം അവിടെ കൃത്യമാണ് പോസ്റ്റിംഗ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിനാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ട്രയൽ ബാലൻസിലൂടെ എല്ലാ എററുകളും കണ്ടുപിടിക്കാൻ പറ്റില്ല. മാത്തമാറ്റിക്കൽ എറർ ഉണ്ടെങ്കിലാണ് ട്രയൽ ബാലൻസിലൂടെ കണ്ടുപിടിക്കുക. അല്ലാത്ത എററുകളുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. മറ്റൊരു ഉദാഹരണം നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് ഞാൻ പറയുന്നുണ്ട്, അത് ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം എല്ലാ എററും പറ്റില്ല. ഈ പറയുന്ന കാറ്റഗറിയിലുള്ള എററുകൾ മാത്രമേ ട്രയൽ ബാലൻസിലൂടെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോൾ ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഷുർ, ഉറപ്പാക്കാൻ വേണ്ടിയാണ് അരിത്തമെറ്റിക്കൽ ആക്യുറസി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പ്രോബ്ലം ഇടുന്നുണ്ട്. ആ പ്രോബ്ലം നിങ്ങൾ കാണുമ്പോൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും.
ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഇനി ട്രയൽ ബാലൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, കുറേ ലക്ഷ്യങ്ങളുണ്ട്. ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇതാണ്, അരിത്തമെറ്റിക്കൽ ആക്യുറസി ഉറപ്പാക്കാം, പിന്നെ എററുകൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു, മാനേജ്മെൻറ്റിന് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. അങ്ങനെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അത് ഞാൻ ഗ്രൂപ്പിൽ നോട്ട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും. ശരി, പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം, ശ്രദ്ധിച്ച് കാണാം. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം കുറച്ച് ജേർണൽ എൻട്രീസ് ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ട്രാൻസാക്ഷൻസിൽ നിന്നും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ജേർണൽ എൻട്രീസ് എഴുതണം. ഓക്കെ, ജേർണൽ എൻട്രി ഞാൻ പറയുന്നില്ല പ്രത്യേകം. ഒന്നാമത്തെ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ആണ്. അതിൻ്റെ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഇവിടുത്തെ ഓണറുടെ പേര് രത്നകുമാർ എന്നാണ്, അതുകൊണ്ടാണ് രത്നകുമാർസ് ക്യാപിറ്റൽ എന്ന് എഴുതിയത്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു രത്നകുമാർസ് ക്യാപിറ്റൽ. അടുത്തത് ഫർണിച്ചർ വാങ്ങിയതാണ്, എൻട്രി ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ്. സംശയമൊന്നുമില്ല, നമ്മൾ പഠിച്ചതാണ്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്താൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ്. ബോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം ജയന്തി, ബോട്ട് ഗുഡ്സ് സാധനങ്ങൾ വാങ്ങി, അതായത് പർച്ചേസ് ചെയ്തു. ഓൺ ക്രെഡിറ്റ് ആണ് അല്ലേ, കടമായിട്ടാണ് വാങ്ങിയത്. ആരിൽ നിന്നാണ് വാങ്ങിയത്? ജയന്തി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നാണ്. ക്യാഷിന് വാങ്ങിയാൽ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്നാണ് എഴുതുക. കടത്തിനായതുകൊണ്ട് ക്യാഷിന് പകരം നമ്മൾ അയാളുടെ പേര് കൊടുത്തു അല്ലേ, പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജയന്തി അക്കൗണ്ട്, അങ്ങനെ അതും എഴുതി. അടുത്തത് റിട്ടേൺഡ് ഗുഡ്സ് ടു ജയന്തി. റിട്ടേൺഡ് സാധനങ്ങൾ തിരിച്ചു കൊടുത്തു. ആർക്ക് തിരിച്ചു കൊടുത്തു? ടു ജയന്തി. അതായത് ജയന്തിയുടെ അടുത്ത് നിന്ന് നമ്മൾ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തല്ലോ ഇതിന് മുമ്പത്തെ ട്രാൻസാക്ഷൻ. ആ പർച്ചേസ് ചെയ്തതിൽ 2500 രൂപയുടെ സാധനങ്ങൾ അയാൾക്ക് തന്നെ തിരിച്ചു കൊടുത്തു എന്ന്. റിട്ടേൺഡ് ഗുഡ്സ് ടു ജയന്തി, ജയന്തിക്ക് ഗുഡ്സ് തിരിച്ചു കൊടുത്തു. അപ്പോൾ അതിനർത്ഥം എന്താ? അത് പർച്ചേസ് റിട്ടേൺ ആണത്. നമ്മൾ നേരത്തെ പർച്ചേസ് ചെയ്ത് വെച്ച സാധനത്തിൽ നിന്നും കുറച്ച് സാധനങ്ങൾ തിരിച്ചു കൊടുത്തു. അതിനെ നമ്മൾ പറയുന്നത് പർച്ചേസ് റിട്ടേൺസ് എന്നാണ്. അതിൻ്റെ ജേർണൽ എൻട്രി എങ്ങനെയാണ് വരിക? ജയന്തി അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് റിട്ടേൺസ്. അതായത് പർച്ചേസിൻ്റെ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജയന്തി എന്നാണെങ്കിൽ ഇതെന്ത് ചെയ്താൽ മതി? നേരെ തിരിച്ചിടുക, ജയന്തി അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് എന്ന് എഴുതി പർച്ചേസ് റിട്ടേൺസ് എന്ന് കൊടുക്കുക. പർച്ചേസിൻ്റെ എൻട്രി തിരിച്ചിട്ടിട്ട് പർച്ചേസ് മാറ്റി പർച്ചേസ് റിട്ടേൺസ് കൊടുത്താൽ മതി. അപ്പോൾ പർച്ചേസ് റിട്ടേൺസിൻ്റെ ജേർണൽ എൻട്രി കിട്ടും. അപ്പോൾ എൻട്രി എങ്ങനെയാണ് എഴുതുന്ന റൂളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അത് സമയമില്ലാത്ത നമ്മുടെ ടോപ്പിക് അതല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിൻ്റെ റൂളൊന്നും പറയാത്തത്. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, പറഞ്ഞു തരാം. പർച്ചേസ് റിട്ടേൺ ആയി. അടുത്തത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹32,000. 32,000 രൂപയുടെ സാധനങ്ങൾ പൈസക്ക് വിറ്റു. അപ്പോൾ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. അടുത്തത് സോൾഡ് ഗുഡ്സ് ടു എലിസബത്ത് ഓൺ ക്രെഡിറ്റ്. എലിസബത്തിന് ക്രെഡിറ്റിനാണ് വിറ്റത്, കടമായിട്ട്. അപ്പോൾ എൻട്രി ക്യാഷിന് പകരം പേര് വരും അല്ലേ, എലിസബത്ത് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ ആ ജേർണൽ എൻട്രി കഴിഞ്ഞു. അടുത്തത് പെയ്ഡ് സാലറീസ് ടു കൃഷ്ണൻ ബൈ ക്യാഷ്. കൃഷ്ണന് സാലറി കൊടുത്തു 7,000. അപ്പോൾ എൻട്രി വരുന്നത് സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അടുത്ത റിസീവ്ഡ് കമ്മീഷൻ ഫ്രം കുമാർ ബൈ ക്യാഷ്. കുമാറിനടുത്ത് നിന്ന് കമ്മീഷൻ ക്യാഷ് ആയിട്ട് കിട്ടി. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ, അതും കഴിഞ്ഞു. അടുത്തത് റിസീവ്ഡ് ക്യാഷ് ഫ്രം എലിസബത്ത്. എലിസബത്തിൻ്റെ അടുത്ത് നിന്നും എന്താണ്? ക്യാഷ് റിസീവ് ചെയ്തു. നമ്മൾ നേരത്തെ എലിസബത്തിന് വിറ്റിട്ടുണ്ടല്ലേ കടമായിട്ട്, അതിൻ്റെ പൈസ കിട്ടിയതാണ്. അപ്പോൾ എൻട്രി വരുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു എലിസബത്ത്. ഇത്രയുമാണ് അതിൻ്റെ ജേർണൽ എൻട്രീസ് വരുന്നത്. അപ്പോൾ ജേർണൽ എൻട്രി എഴുതി. അടുത്തത് നമ്മൾ എന്ത് ചെയ്യുന്നു? അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു അല്ലേ. നമ്മൾ ഇതിൽ ഏതൊക്കെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് അറിയാം നമുക്ക്. ഇവിടെ ഏതൊക്കെ അക്കൗണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? ക്യാഷ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ഫർണിച്ചർ അക്കൗണ്ട്, പർച്ചേസ് അക്കൗണ്ട്, പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്, ജയന്തി അക്കൗണ്ട്, എലിസബത്ത് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്, സാലറി അക്കൗണ്ട്, കമ്മീഷൻ അക്കൗണ്ട്. അപ്പോൾ ഇത്ര അക്കൗണ്ടുകളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഈ അക്കൗണ്ടുകൾ വരച്ചിട്ട് അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളിവിടെ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്കറിയാം, നേരത്തെ ക്യാഷ് വരുന്ന ട്രാൻസാക്ഷനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു അല്ലേ. എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ പഠിച്ചതാണ്. ജേർണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാനൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി അത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമ്മുടെ സമയം വേസ്റ്റ് ആവും, ഇപ്പോൾ ക്ലാസ് നീണ്ടുപോകും. അതുകൊണ്ട് പോസ്റ്റ് ചെയ്യാൻ പഠിക്കണം. അറിയാത്ത ആളുകൾ പോസ്റ്റിങ്ങിൻ്റെ ക്ലാസ് എടുത്ത് കാണണം. അപ്പോൾ പോസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ആദ്യം നമ്മൾ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു.
ഈ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ ബാലൻസ് വന്നിട്ടുള്ളത് നോക്കിയേ നിങ്ങൾ. ഏത് സൈഡിലാണ് വന്നിട്ടുള്ളത്? ക്രെഡിറ്റ് സൈഡിലാണ് ഇവിടെ ബാലൻസ് വന്നിട്ടുള്ളത് അല്ലേ? ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ എഴുതി ബൈ ബാലൻസ് CD 5,33,800. ക്യാഷ് അക്കൗണ്ടിൻ്റെ ബാലൻസ് 5,33,800 രൂപയാണ്. അത് ക്രെഡിറ്റ് സൈഡിലാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇതിനെ തന്നെ എന്തും ചെയ്യുന്നു, നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബാലൻസ് BD എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. ഇത് ഓപ്പണിംഗ് ബാലൻസ് ആണ്, ഇത് ക്ലോസിംഗ് ബാലൻസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് ഡെബിറ്റ് ബാലൻസ് എന്നാണ്. ഒരു അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് ഡെബിറ്റ് ബാലൻസ് എന്നാണ്. ഇനി നേരെ മറിച്ച് ഇപ്പുറത്തെ സൈഡിലാണ് ബാലൻസ് വരുന്നതെങ്കിലോ, ഡെബിറ്റ് സൈഡിൽ ബാലൻസ് വന്നാലോ, അപ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്നത് ക്രെഡിറ്റ് ബാലൻസ് എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ടത് ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് വന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ ഡെബിറ്റ് ബാലൻസ് എന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഡെബിറ്റ് ബാലൻസ് ആണെന്ന്. പിന്നെ കോമൺ ആയിട്ട് നമുക്കറിയാം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, സാധാരണ രീതിയിൽ എല്ലാ അസറ്റ് അക്കൗണ്ടുകൾക്കും അല്ലെങ്കിൽ എല്ലാ എക്സ്പെൻസ് അക്കൗണ്ടുകൾക്കുമൊക്കെ ഡെബിറ്റ് ബാലൻസേ വരൂ. ഈ റൂള് അറിഞ്ഞിരിക്കണം. നോർമലി അസറ്റ്, ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു അസറ്റ് ആണല്ലോ, ക്യാഷ് അസറ്റാണ്. അപ്പോൾ അല്ലെങ്കിൽ ഫർണിച്ചർ അക്കൗണ്ട്, മെഷീൻ അക്കൗണ്ട്, ബിൽഡിംഗ് അക്കൗണ്ട്, ഇതൊക്കെ അസറ്റുകളാണ്. അപ്പോൾ അസറ്റ് അക്കൗണ്ട് നമ്മൾ വരച്ചാൽ സാധാരണ രീതിയിൽ അതിന് ഏത് സൈഡിലെ ബാലൻസ് വരുള്ളൂ? ക്രെഡിറ്റ് സൈഡിലെ ബാലൻസ് വരുള്ളൂ. അതായത് ഡെബിറ്റ് ബാലൻസേ അസറ്റ് അക്കൗണ്ടുകൾക്ക് വരൂ. അതേപോലെ എക്സ്പെൻസ് അക്കൗണ്ടുകൾ നമ്മൾ വരയ്ക്കുകയാണെങ്കിലോ അതിനും ഈ സാലറി അക്കൗണ്ട്, കമ്മീഷൻ കൊടുത്തത്, റെൻറ്റ് കൊടുത്തത്, അങ്ങനെ എക്സ്പെൻസുകൾ ഏതെങ്കിലും വന്നാൽ അതിന് നമ്മൾ അക്കൗണ്ട് വരച്ചാലും ആ അക്കൗണ്ടിലും എങ്ങനെ തന്നെ വരുള്ളൂ? ക്രെഡിറ്റ് സൈഡിലാണ് സാധാരണ രീതിയിൽ ബാലൻസ് വരിക. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അത് പറയാൻ കാരണം നമ്മളിപ്പോൾ ഈ പ്രോബ്ലത്തിൽ അക്കൗണ്ട് വരച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ചില സമയത്ത് നിങ്ങൾക്ക് ചോദ്യത്തിൽ ജേണൽ എൻട്രിയും ഈ അക്കൗണ്ട് ഒന്നും തരില്ല, അല്ലാതെ വെറുതെ എമൗണ്ടുകളാണ് തരിക. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ബാലൻസ് 5,33,800 എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ മനസ്സിലാക്കണം ക്യാഷ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്. അപ്പോൾ അസറ്റ് അക്കൗണ്ടിന് എപ്പോഴും ബാലൻസ് വരുന്നത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും. അതുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് ആണല്ലോ. അപ്പോൾ അസറ്റ് അക്കൗണ്ടുകളും എക്സ്പെൻസ് അക്കൗണ്ടുകളും ആണെങ്കിൽ അതിനെപ്പോഴും ഡെബിറ്റ് ബാലൻസേ വരുള്ളൂ. അതേപോലെ തന്നെ ലയബിലിറ്റീസ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, അതേപോലെ റവന്യൂസ്, ഇൻകംസ് ആൻഡ് റവന്യൂസ്, വരുമാനങ്ങളുടെ അക്കൗണ്ട്, ഇപ്പോൾ കമ്മീഷൻ കിട്ടി, റെൻറ്റ് കിട്ടി, അങ്ങനെയൊക്കെയുള്ള അക്കൗണ്ടുകളാണെങ്കിൽ അതിനെപ്പോഴും ബാലൻസ് വരുന്നത് ഡെബിറ്റ് സൈഡിലായിരിക്കും. അതായത് ക്രെഡിറ്റ് ബാലൻസേ വരുള്ളൂ. അപ്പോൾ ഈ ചോദ്യത്തിൽ നമ്മൾ അക്കൗണ്ട് വരച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കറിയാം ഇവിടെ ബാലൻസ് ഇതാണ് വന്നതെന്ന്. ചില സമയത്ത് നമ്മളോട് അക്കൗണ്ട് വരക്കാതെ വെറുതെ ബാലൻസ് മാത്രം ചോദ്യത്തിൽ തരും. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ആണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു അസറ്റ് അക്കൗണ്ട് ആണ് അല്ലേ? അസറ്റ് അക്കൗണ്ടുകളിൽ എപ്പോഴും ബാലൻസ് വരുന്നത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും. അതായത് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും വരുന്നത്. ലയബിലിറ്റീസ് അക്കൗണ്ട് ആണെങ്കിൽ അതിന് ബാലൻസ് വരുന്നത് എപ്പോഴും ഡെബിറ്റ് സൈഡിലായിരിക്കും. അതായത് ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. ഇത് മനസ്സിലുണ്ടാവണം. ഇവിടെ അക്കൗണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മളിവിടെ കാണുന്നുണ്ട് ഇവിടെ ഡെബിറ്റ് ബാലൻസ് ആണ്. ഇനി നമുക്ക് ട്രയൽ ബാലൻസ് നോക്കാം. ഇതാണ് ട്രയൽ ബാലൻസിൻ്റെ ഫോർമാറ്റ്. ആദ്യം നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു, ട്രയൽ ബാലൻസ് ആസ് ഓൺ 31 ജാനുവരി 2017. ഒരു മാസത്തെയാണ് കേട്ടോ. ജനുവരി 31-ാം തീയതി, അതായത് ഒരു മാസം അവസാനിക്കുന്ന തീയതി 2017 ജനുവരി 31-ാം തീയതിയിലെ ട്രയൽ ബാലൻസ്. ആദ്യം സീരിയൽ നമ്പറാണ്, ട്രാൻസാക്ഷൻ്റെ എണ്ണം 1 2 3 4. പിന്നെ പർട്ടിക്കുലേഴ്സ് നമ്മൾ എഴുതുന്നു, അക്കൗണ്ടിൻ്റെ പേര് എഴുതുന്നു. LF നമുക്ക് ചോദ്യത്തിൽ ഉണ്ടാവില്ല, അത് വേണ്ട. ഇനി 2 എമൗണ്ട് കോളമാണ് ട്രയൽ ബാലൻസ് വരിക. ഒന്ന് ഡെബിറ്റ് ബാലൻസ്, 2 ക്രെഡിറ്റ് ബാലൻസ്. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മുടെ അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ആണ് അല്ലേ? ആദ്യത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ആണ്. അപ്പോൾ ഒന്നാമത്തെ ഐറ്റം പർട്ടിക്കുലേഴ്സിലേക്ക് നമ്മൾ എഴുതുന്നു ക്യാഷ് അക്കൗണ്ട് എന്ന് എഴുതുന്നു. അതിനുശേഷം നമ്മൾ
ഇതിന് ഏത് കോളത്തിലാണ് എമൗണ്ട് എഴുതേണ്ടത്, ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ എന്ന് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നു. ക്യാഷ് അക്കൗണ്ടിന് നമുക്കറിയാം ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് അത് ഡെബിറ്റ് ബാലൻസ് എന്നാണ് അതിനെ പറയുന്നത്. നേരെ ഡെബിറ്റ് ബാലൻസിന്റെ കോളത്തിലേക്ക് എന്ത് ചെയ്യുന്നു, എമൗണ്ട് എഴുതുന്നു. കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ ഐറ്റം നമ്മൾ എന്ത് ചെയ്തു, ഒന്നാമത്തെ അക്കൗണ്ട് ക്യാഷ് അക്കൗണ്ട് ആണ്, അതിൻ്റെ ബാലൻസിനെ നമ്മൾ ട്രയൽ ബാലൻസിലേക്ക് എഴുതി. ഇതിന് ഡെബിറ്റ് ബാലൻസ് ആണ്, അതുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് കോളത്തിലേക്ക് എമൗണ്ട് എഴുതി. ക്രെഡിറ്റ് ബാലൻസ് അല്ല, അതുകൊണ്ട് അവിടെ ഒരു വര കൊടുക്കുക, അവിടെ ഒന്നുമില്ലല്ലോ, അപ്പോൾ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക, ഹൈഫൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ അക്കൗണ്ട് നമുക്ക് നോക്കാം. രണ്ടാമത്തെ അക്കൗണ്ട് എന്ന് പറയുന്നത് ഏത് അക്കൗണ്ടാണ്, ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് നമ്മുടെ രണ്ടാമത്തെ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് നമ്മുടെ ഇവിടുത്തെ രണ്ടാമത്തെ അക്കൗണ്ട് അല്ലേ, രത്നകുമാർസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ഇത് ട്രാൻസാക്ഷനെ പോസ്റ്റ് ചെയ്തു, ബൈ ക്യാഷ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ബാലൻസ് ചെയ്തു. ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് ബാലൻസ് വന്നത് ഏത് സൈഡിലാണ്, ഡെബിറ്റ് സൈഡിലാണ് നമുക്ക് ബാലൻസ് വന്നത് അല്ലേ. അപ്പോൾ അതിന് നേരെ നമ്മൾ എന്ത് എഴുതി, ടു ബാലൻസ് CD എന്ന് എഴുതി. ഓക്കെ, ഡെബിറ്റ് സൈഡിൽ ബാലൻസ് വന്നു. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് വന്നാൽ അതിനെ നമ്മൾ പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് എന്നാണ്. ഡെബിറ്റ് സൈഡിൽ ബാലൻസ് വന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്നത് ക്രെഡിറ്റ് ബാലൻസ് എന്നാണ്. അപ്പോൾ നമ്മൾ അടുത്ത അക്കൗണ്ട് രത്നകുമാർസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ട്രയൽ ബാലൻസിലേക്ക് എടുത്തെഴുതി രത്നകുമാർസ് ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലേ. ഇതിൻ്റെ ബാലൻസ് ഡെബിറ്റ് സൈഡിലാണ്, അതുകൊണ്ട് അത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. നേരെ എമൗണ്ടിനെ എടുത്തിട്ട് ക്രെഡിറ്റ് ബാലൻസിൻ്റെ കോളത്തിലേക്ക് എമൗണ്ട് എടുത്തെഴുതി. അത്രയേ ഉള്ളൂ. അത് രണ്ടാമത്തെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എടുത്തെഴുതി. അടുത്ത അക്കൗണ്ടിലേക്ക് നമ്മൾ പോകുന്നു. ഫർണിച്ചർ അക്കൗണ്ട് ആണ് അല്ലേ. ഫർണിച്ചർ അക്കൗണ്ട് നമ്മൾ എൻട്രി പോസ്റ്റ് ചെയ്തു. ഫർണിച്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് എന്നുള്ള എൻട്രി ആദ്യം ഇവിടെ പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ചെയ്തതിന് ശേഷം ബാലൻസ് ചെയ്തു. ബാലൻസ് ചെയ്തപ്പോൾ നമുക്ക് ബാലൻസ് കിട്ടിയത് ഇവിടെയാണ് അല്ലേ, ബൈ ബാലൻസ് CD. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് വന്നത്, അതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് വിളിക്കും, ഡെബിറ്റ് ബാലൻസ് എന്ന് വിളിക്കും. അങ്ങനെ ബാലൻസ് കണ്ടുപിടിച്ചു. അപ്പോൾ ട്രയൽ ബാലൻസ് നമ്മൾ ചെയ്യുന്നു. ട്രയൽ ബാലൻസ് ചെയ്യാൻ എന്താ ചെയ്യുന്നത്, ഈ അക്കൗണ്ടിൻ്റെ പേര് ഫർണിച്ചർ അക്കൗണ്ട് എന്ന് എടുത്ത് എഴുതി അല്ലേ. എമൗണ്ട് ഏത് കോളത്തിലാണ് എഴുതുക, ക്രെഡിറ്റ് ബാലൻസ് ആണ് അല്ലേ, അല്ല സോറി ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഡെബിറ്റ് ബാലൻസിൻ്റെ കോളത്തിലേക്ക് എമൗണ്ട് എടുത്തെഴുതി 6000 രൂപ. ആ ട്രാൻസാക്ഷൻ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അടുത്തത് പർച്ചേസ് അക്കൗണ്ട് ആണ് അല്ലേ. പർച്ചേസ് അക്കൗണ്ട് നമ്മൾ നോക്കുന്നു. പർച്ചേസ് അക്കൗണ്ട് ഇത് രണ്ട് ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്തു. പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്, അടുത്തത് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജയന്തി അക്കൗണ്ട്, രണ്ടും പോസ്റ്റ് ചെയ്തു. നമ്മൾ സാധാരണ അസറ്റ് അക്കൗണ്ടും ലയബിലിറ്റീസ് അക്കൗണ്ടും ആണ് നമ്മൾ ബാലൻസ് ചെയ്യാൻ പഠിച്ചിട്ടുള്ളത്. പക്ഷേ എല്ലാ അക്കൗണ്ടും ബാലൻസ് ചെയ്യണം, പക്ഷെ അതിന് നേരെ ബാലൻസ് CD എന്നല്ല നമ്മൾ എഴുതുക. അതായത് അസറ്റ് അക്കൗണ്ടുകളും ലയബിലിറ്റീസ് അക്കൗണ്ടുകളും നമ്മൾ ക്ലോസ് ചെയ്ത് അത് ഫോർവേഡ് ചെയ്യും, നമ്മൾ അടുത്ത മാസത്തേക്ക് ഫോർവേഡ് ചെയ്യും. അതുകൊണ്ടാണ് അതിന് നേരെ നമ്മൾ ബാലൻസ് CD എന്ന് എഴുതുന്നത്. ക്യാരീഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ അടുത്ത മാസത്തേക്ക് ഫോർവേഡ് ചെയ്യും, അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ബാലൻസിന് നേരെ ബാലൻസ് CD എന്ന് എഴുതുന്നത്. പക്ഷേ ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻസ് അക്കൗണ്ടുകളൊക്കെ വന്നാൽ നമ്മൾ അത് ഫോർവേഡ് ചെയ്യില്ല, അടുത്ത മാസത്തേക്ക് ഫോർവേഡ് ചെയ്യില്ല, അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് ഫോർവേഡ് ചെയ്യില്ല. നമ്മൾ അതാത് വർഷം ക്ലോസ് ചെയ്ത് കളയും. ക്ലോസ് ചെയ്ത് കളയുമ്പോൾ നമ്മൾ അതിന് നേരെ ബാലൻസ് CD എന്നല്ല എഴുതുന്നത്. അത് നമ്മൾ അടുത്ത അവസാനത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. അതുകൊണ്ടാണ് നിങ്ങളോട് എക്സ്പെൻസും ഇൻകംസും അക്കൗണ്ടുകളൊന്നും എന്ത് ചെയ്യേണ്ടെന്ന് പറഞ്ഞത്, ബാലൻസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. നമ്മൾ ബാലൻസ് ചെയ്യണം, പക്ഷേ ബാലൻസിന് നേരെ എഴുതേണ്ടത് ബാലൻസ് CD എന്നല്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ഇപ്പോൾ അത് എഴുതണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും വരണ്ട. പർച്ചേസ് അക്കൗണ്ട് ഇവിടെ ബാലൻസ് ചെയ്തിട്ടില്ല, പക്ഷെ അത് ബാലൻസ് ചെയ്യണം. ബാലൻസ് CD എന്നല്ല അതിന് നേരെ എഴുതുന്നത്, വേറെ ഒരു ടേമാണ്. അത് നമ്മൾ ആ പഠിക്കുന്ന സമയത്ത് പറയും. അസറ്റും ലയബിലിറ്റീസ് അക്കൗണ്ട് ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ബാലൻസ് ചെയ്ത് അതിന് നേരെ ബാലൻസ് CD എന്ന് എഴുതാം. അത് കാരണം നമ്മൾ അടുത്ത മാസത്തേക്ക് ഫോർവേഡ് ചെയ്യുന്നത് കൊണ്ടാണ്. അടുത്ത മാസത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മളിവിടെ കണ്ടുപിടിക്കുന്ന ബാലൻസ് എമൗണ്ട് വരുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ട, പക്ഷേ അവിടെ ബാലൻസ് വരും, നമ്മൾ എഴുതുന്ന ടേം വേറെ ആയതുകൊണ്ടാണ് ഇവിടെ എഴുതാത്തത്. അപ്പോൾ ഇവിടെ പർച്ചേസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് നമുക്ക് ഏത് സൈഡിലായിരിക്കും വരുന്നത്, നോർമലി ഈ സൈഡിലായിരിക്കും വരുന്നത്. ഏത് സൈഡിൽ, ക്രെഡിറ്റ് സൈഡിലായിരിക്കും വരുന്നത്.
അപ്പോൾ ഇവിടെയാണ് നമ്മൾ സാധാരണ ബാലൻസ് എഴുതുന്നത്. എമൗണ്ട് ഏതായിരിക്കും? ഈ 35,000 ആയിരിക്കും ഇവിടെ ബാലൻസ് ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ബാലൻസ് വന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്നത് ഡെബിറ്റ് ബാലൻസ് എന്നായിരിക്കും. അപ്പോൾ നമ്മൾ ട്രയൽ ബാലൻസിലേക്ക് പർച്ചേസ് അക്കൗണ്ട് എന്ന് എഴുതുന്നു. എമൗണ്ട് എഴുതേണ്ടത് ഇവിടെ വരുന്നത് ചെയ്യുന്ന സമയത്ത് ഇവിടെ വരുന്നത് ക്രെഡിറ്റ് സൈഡിലായിരിക്കും ബാലൻസ് വരുന്നത്. അപ്പോൾ അത് ഡെബിറ്റ് ബാലൻസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. എമൗണ്ട് എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്ന ആ കോളത്തിലേക്ക് എടുത്ത് എഴുതുന്നു. അതോടുകൂടി ആ ട്രാൻസാക്ഷൻ കഴിഞ്ഞു. നമ്മൾ അടുത്ത അക്കൗണ്ടിലേക്ക് പോകുന്നു. ജയന്തി അക്കൗണ്ട് അല്ലേ. ജയന്തി അക്കൗണ്ട് എന്ന് പറയുന്നത് ബാലൻസ് ചെയ്യണം നമ്മൾ. കാരണം ജയന്തി എന്ന് പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്താണ് ജയന്തിയുടെ അടുത്ത് നിന്ന്. അപ്പോൾ നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കണം. ക്രെഡിറ്റർ ആണ്, ലയബിലിറ്റി അക്കൗണ്ട് ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ബാലൻസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ട്രയൽ ബാലൻസിലേക്ക് എന്ത് ചെയ്യുന്നു? ജയന്തി അക്കൗണ്ടിനെ നമ്മൾ ചെയ്യണം. ഇവിടെ നമുക്ക് ബാലൻസ് വന്നിട്ടുള്ളത് ഏത് സൈഡിലാണെന്നൊന്ന് നോക്കിയേ. കണ്ടോ, ഡെബിറ്റ് സൈഡിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ജയന്തി അക്കൗണ്ട് എന്നുള്ളത് എടുത്തെഴുതുന്നു. ബാലൻസ് ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് ട്രയൽ ബാലൻസിലേക്ക് ക്രെഡിറ്റ് ബാലൻസിലേക്ക് എടുത്ത് അതിനെ എഴുതുന്നു. ആ അക്കൗണ്ട് നമ്മൾ കഴിഞ്ഞു. അഗെയിൻ അടുത്ത അക്കൗണ്ടിലേക്ക് പോകുന്നു. പർച്ചേസ് റിട്ടേൺസ് എന്ന് പറയുന്ന അക്കൗണ്ടാണ്. അതിനെ നമ്മൾ പോസ്റ്റ് ചെയ്തു. ഈ സൈഡിലാണ് പോസ്റ്റിംഗ് വരിക. അതായത് ഇതിൻ്റെ ജേണൽ എൻട്രി വരുന്നത് ജയന്തി അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ പർച്ചേസ് റിട്ടേൺസ് അക്കൗണ്ടിൽ നമ്മൾ ബൈ ജയന്തി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. നമ്മളിത് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ ഏത് സൈഡിലായിരിക്കും ബാലൻസ് വരുന്നത്? ഈ സൈഡിലായിരിക്കും അല്ലേ ബാലൻസ് വരുന്നത്. അപ്പോൾ ബാലൻസ് ഈ എമൗണ്ട് തന്നെയാണ്, 2,500 ഇവിടെ എഴുതുക. നേരെ നമ്മൾ എഴുതുന്നത് ടു ബാലൻസ് CD എന്നായിരിക്കും എഴുതുക. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ ബാലൻസ് വന്നാൽ അത് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ട്രയൽ ബാലൻസിലേക്ക് പർച്ചേസ് റിട്ടേൺസ് എന്ന് എഴുതുന്നു. ക്രെഡിറ്റ് ബാലൻസ് ആയ 2,500 ഇതിലേക്ക് എടുത്ത് എഴുതുന്നു. അങ്ങനെ അതും നമ്മൾ ട്രയൽ ബാലൻസിലേക്ക് എഴുതി. അടുത്തത് സെയിൽസ് അക്കൗണ്ട് ആണ്. സെയിൽസ് അക്കൗണ്ട് നമ്മൾ ഇതേപോലെ പോസ്റ്റ് ചെയ്തു. ഇതിൻ്റെ ബാലൻസ് നമ്മൾ ചെയ്താൽ ഏത് സൈഡിലായിരിക്കും വരുന്നത്? ഡെബിറ്റ് സൈഡിലായിരിക്കും വരുന്നത്. ഡെബിറ്റ് സൈഡിൽ ബാലൻസ് വന്നാൽ അതിനെ നമ്മൾ പറയുന്നത് ക്രെഡിറ്റ് ബാലൻസ് എന്നാണ്. അപ്പോൾ സെയിൽസ് അക്കൗണ്ട് എന്ന് എഴുതി ബാലൻസ് ക്രെഡിറ്റ് ബാലൻസ് എടുത്ത് എഴുതുന്നു. അങ്ങനെ അതും ട്രയൽ ബാലൻസിലേക്ക് എഴുതി. അടുത്തത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് എലിസബത്ത് അക്കൗണ്ടാണ്. എലിസബത്ത് അക്കൗണ്ട് എന്ന് പറയുന്നത് അസറ്റ് അക്കൗണ്ടാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ബാലൻസ് ചെയ്യണം. ബാലൻസിന് നേരെ നമ്മൾ എഴുതുന്നത് എന്താണ്? ബാലൻസ് CD എന്നാണ് എഴുതുക. ബാലൻസ് CD എന്നാണ് എഴുതുക. ഇതാണ്. അപ്പോൾ ബാലൻസ് CD ഇപ്പുറത്തെ സൈഡിലാണ് ബാലൻസ് വന്നത് അല്ലേ, ക്രെഡിറ്റ് സൈഡിൽ. അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നത് ഡെബിറ്റ് ബാലൻസ് എന്നാണ്. ആ ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ എലിസബത്ത് അക്കൗണ്ടിന് നമ്മൾ ട്രയൽ ബാലൻസിലേക്ക് എഴുതുന്നു. ഡെബിറ്റ് ബാലൻസിലേക്ക് എമൗണ്ട് എടുത്ത് എഴുതുന്നു. അതും കഴിഞ്ഞു. ഇനി അടുത്ത അക്കൗണ്ട് ഏതാണ്? സാലറീസ് അക്കൗണ്ടാണ് അല്ലേ, എക്സ്പെൻസ് അക്കൗണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ ബാലൻസ് ചെയ്യാതെ വിട്ടിരിക്കുന്നത്. ശരിക്കും ബാലൻസ് ചെയ്യണം. നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യാത്തത് കൊണ്ട് ഇപ്പോൾ അതിനെ ബാലൻസ് ചെയ്യുന്നില്ല. ഇവിടെ ശരിക്കും ബാലൻസ് വരും. ബാലൻസ് CD എന്നല്ല എഴുതേണ്ടത്, വേറെ ടേമാണ്. അത് പറയാത്തത് കൊണ്ടാണ് ഇവിടെ അത് ചെയ്യാത്തത്. അപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്താൽ അതിൻ്റെ ബാലൻസ് എവിടെയായിരിക്കും വരുന്നത്? ബാലൻസ് ചെയ്യുകയാണെങ്കിൽ ഈ സൈഡിലായിരിക്കും ബാലൻസ് വരുന്നത് അല്ലേ, 7,000 രൂപ. അപ്പോൾ ഈ സൈഡായ ബാലൻസ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ ഞാൻ സാലറീസ് അക്കൗണ്ട് എന്ന് എഴുതുന്നു. ഡെബിറ്റ് ബാലൻസിലേക്ക് 7,000 രൂപ എമൗണ്ട് എഴുതുന്നു. അങ്ങനെ സെയിൽസ് അക്കൗണ്ട് ഞാൻ ചെയ്തു. അടുത്ത അക്കൗണ്ട് എന്ന് പറയുന്നത് കമ്മീഷൻ അക്കൗണ്ടാണ്. ഇത് ബാലൻസ് ചെയ്താൽ ഈ സൈഡിലാണ് ബാലൻസ് വരുന്നത്, ഡെബിറ്റ് സൈഡിൽ. അപ്പോൾ അത് ക്രെഡിറ്റ് ബാലൻസ് ആണ് അല്ലേ, ക്രെഡിറ്റ് ബാലൻസ് ആണ്. കമ്മീഷൻ അക്കൗണ്ടിനെ ഞാൻ ട്രയൽ ബാലൻസിലേക്ക് എടുത്ത് എഴുതുന്നു. ക്രെഡിറ്റ് ബാലൻസിൻ്റെ എമൗണ്ട് എടുത്ത് എഴുതുന്നു. ഇത്രയുമാണ് ട്രയൽ ബാലൻസിലേക്കുള്ള നമ്മൾ എഴുതുന്നത്. ഇങ്ങനെയാണ് എല്ലാ അക്കൗണ്ടിൽ നിന്നും അത് ഡെബിറ്റ് ബാലൻസ് ആണോ ക്രെഡിറ്റ് ബാലൻസ് ആണോ എന്ന് നോക്കിയിട്ട്, ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ എമൗണ്ട് ഡെബിറ്റിൽ എഴുതുക, ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ ക്രെഡിറ്റിൽ എഴുതുക. അതിനുശേഷം ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ രണ്ട് സൈഡും തുല്യമായി വന്നാൽ, അതായത് 6,31,800 ആണ് ഇവിടുത്തെ എമൗണ്ട്, അത് ഡെബിറ്റ് ബാലൻസിലും സെയിം വന്നു, ക്രെഡിറ്റ് ബാലൻസിലും സെയിം വന്നു. അപ്പോൾ രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അരിത്തമെറ്റിക്കൽ ആക്യുറസി ഉണ്ട്. അതായത് നമ്മൾ ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടുകളൊക്കെ കറക്റ്റ് ആണെന്നാണ് അർത്ഥം. അരിത്തമെറ്റിക്കൽ ആക്യുറസി ട്രയൽ ബാലൻസിലൂടെ നമ്മൾ ചെയ്യുന്നത്,
നമ്മൾ ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്ത എമൗണ്ട് കറക്റ്റ് ആണോ, അത് ബാലൻസ് ചെയ്തത് കറക്റ്റ് ആണോ. നമ്മൾ ബാലൻസ് ചെയ്തതിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ട്രയൽ ബാലൻസിലേക്ക് ഡെബിറ്റിലും ക്രെഡിറ്റിലും എമൗണ്ട് എഴുതിയിട്ട് നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ രണ്ട് സൈഡും ടാലി ആവില്ല, രണ്ടും ഡിഫറെൻറ്റ് എമൗണ്ട് ആവും വരിക. അതായത് ഇപ്പോൾ ഒരു ജേണൽ എൻട്രി എഴുതുന്നു, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്, ഞാൻ ക്യാഷിന് നേരെ 1000 എഴുതി, സെയിൽസിന് നേരെ 500 എഴുതി കഴിഞ്ഞാൽ ഇതിന് ഞാൻ എടുത്ത അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ആ പോസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് രണ്ട് ഡെബിറ്റും ക്രെഡിറ്റും സെയിം ആയിരിക്കണം. ക്യാഷിന് നേരെ 1000 എഴുതിയാൽ സെയിൽസിന് നേരെയും 1000 എഴുതണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ 1000 വന്നാൽ സെയിൽസ് അക്കൗണ്ടിലും 1000 വരണം. അപ്പോൾ ഒരക്കൗണ്ടിൽ 1000 എഴുതി ഒരക്കൗണ്ടിൽ 500 എഴുതിയാൽ അവിടെ രണ്ടിലും ബാലൻസ് വ്യത്യാസം വരും. അപ്പോൾ അത് നമ്മൾ ട്രയൽ ബാലൻസിലേക്ക് എടുത്ത് എഴുതി ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് ബാലൻസും ഡെബിറ്റ് ബാലൻസും തുല്യമാവില്ല. അങ്ങനെ തുല്യമായില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ പോസ്റ്റ് ചെയ്തതിൽ എവിടെയോ എറർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അരിത്തമെറ്റിക്കൽ ആക്യുറസി ഇല്ല. അങ്ങനെ നമ്മൾ ആ എറർ കണ്ടുപിടിക്കണം. അപ്പോൾ ആ എറർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തപ്പോൾ രണ്ട് സൈഡും ഒരേ എമൗണ്ട് തന്നെ വന്നു. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്ത എമൗണ്ടുകളൊക്കെ കൃത്യമാണ്, കൃത്യം സൈഡാണ്, ബാലൻസിങ് കൃത്യമാണെന്നൊക്കെ നമുക്ക് ഉറപ്പാക്കാം. അപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത് എറർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ എല്ലാ എററും നമുക്ക് ട്രയൽ ബാലൻസിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, അരിത്തമെറ്റിക്കൽ ആക്യുറസി, നമ്മൾ എമൗണ്ടുകളൊക്കെ എഴുതുന്നത് കൃത്യമാണോ എന്ന് മനസ്സിലാക്കാം. പക്ഷേ ഇതിൽ ട്രയൽ ബാലൻസിൽ വരാത്ത എററുകളും ഉണ്ട്. അത് നമുക്ക് ട്രയൽ ബാലൻസിൽ നിന്ന് കിട്ടില്ല. അതിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത്, വേണമെങ്കിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരാളൊരു മെഷീൻ വാങ്ങുന്നു, 10,000 രൂപയുടെ ഒരു മെഷീൻ വാങ്ങുന്നു. ആ മെഷീൻ വാങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജ് അല്ലെങ്കിൽ അതിൻ്റെ വണ്ടിക്ക് കൊണ്ടുവരാൻ വന്ന ചിലവ് 1000 രൂപയാണ്. ആ 1000 രൂപയും നമ്മൾ മെഷീൻ്റെ വിലയിലേക്കാണ് എഴുതുക. അപ്പോൾ ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് മെഷീൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് ജേണൽ എൻട്രി എഴുതുന്നത്. അപ്പോൾ 10,000 അല്ല എഴുതുന്നത്, അതിൻ്റെ വണ്ടിക്കൂലി 1000 കൂടി കൂട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ചാർജും കൂടി കൂട്ടിയിട്ട് മൊത്തം 11,000 രൂപയാണ് ആ മെഷീൻ്റെ വിലയായിട്ട് നമ്മൾ എഴുതുക. അപ്പോൾ മെഷീൻ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതുന്നത് 11,000 ആണ്. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് രീതി. ചില സമയത്ത് നമ്മൾ എഴുതുന്ന സമയത്ത് വണ്ടിക്കൂലി കൊടുത്തില്ല 1000 രൂപ, നമ്മളതിനെ വണ്ടിക്കൂലി കൊടുത്തത് സെപ്പറേറ്റ് മെഷീനിലേക്ക് ചേർക്കാതെ ക്യാരേജ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് 1000 രൂപ എഴുതി കഴിഞ്ഞാൽ അത് എററാണത്. ആ എററിനെ ഒരു കാരണവശാലും നമുക്ക് ട്രയൽ ബാലൻസിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ എററിനെ നമ്മൾ വിളിക്കുന്നത് എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്നാണ്. അതായത് അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് ഉണ്ട്, കുറേ തത്വങ്ങൾ. ആ തത്വം അവിടെ ബ്രേക്ക് ചെയ്യപ്പെട്ടു. മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ അതിന് വരുന്ന വണ്ടിക്കൂലിയും ഇൻസ്റ്റലേഷൻ ചാർജൊക്കെ മെഷീൻ്റെ എക്സ്പെൻസിലേക്കാണ് പോകുന്നത്. അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിലാണ് പെടുത്തേണ്ടത്. ഞാൻ അതിന് പകരം എന്ത് ചെയ്തു? വണ്ടിക്കൂലിയെ റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് എടുത്തു. അതിന് സെപ്പറേറ്റ് എൻട്രി എഴുതി. 1000 വേണ്ടി ഞാൻ ക്യാരേജ് അക്കൗണ്ട് ഇട്ടിട്ട് ക്യാഷ് എന്ന് എഴുതി. അപ്പോൾ ഞാൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് വരേണ്ട എമൗണ്ടിനെ ഞാൻ റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്പെൻസ് ആയിട്ട് എഴുതി. അത് എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്നാണ് അതിനെ പറയുന്നത്. അക്കൗണ്ടൻസിയുടെ ബേസിക് പ്രിൻസിപ്പിൾ അവിടെ ബ്രേക്ക് ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരു എൻട്രി എഴുതി കഴിഞ്ഞാൽ അതിനെ എനിക്ക് ഒരു കാരണവശാലും ട്രയൽ ബാലൻസിൽ നിന്ന് കിട്ടില്ല. ട്രയൽ ബാലൻസിൽ കിട്ടുന്നത് എപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഒരു സൈഡിൽ 500 എഴുതി ഒരു സൈഡിൽ 1000 എഴുതി. അങ്ങനെയുള്ള എമൗണ്ടുകളിലുള്ള എററുകളെയാണ് നമുക്കിതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഈ എറർ കണ്ടുപിടിക്കാനാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സൈഡും ഈക്വൽ ആയാൽ അരിത്തമെറ്റിക്കൽ ആക്യുറസി ഉറപ്പാക്കി. ഇങ്ങനെയാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.